പക്കോട ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ട് ചെയ്ത് വൃത്തിയാക്കണം. പിന്നെ ഇതിനകത്ത് പുഴുവും കാണും. അപ്പം നമ്മളത് നോക്കി വൃത്തിയാക്കണം. എല്ലാം ഒരു മീഡിയം സൈസിന് കട്ട് ചെയ്തിടണം. കുറച്ച് വെള്ളം നമുക്ക് ചൂടാക്കി എടുക്കണം. ചൂടാകുമ്പോൾ കോളിഫ്ലവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനകത്തുള്ള കീടാണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തോളം. നമുക്കിങ്ങനെ കുറച്ച് കഴുകണം. ഒരു 2 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആലോചിക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കീടാണുക്കൾ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ കഴുകിയിട്ടും പോകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പോകാനാണ് ഉപ്പിട്ടത്. ചെറിയ ചൂട് മതി, തിളപ്പിക്കണ്ട. ഒന്ന് മുക്കി വയ്ക്കാം. നമുക്ക് എന്തായാലും കുറച്ച് കൂടുതലുള്ളതുകൊണ്ടൊന്ന് തിളപ്പിച്ചേക്കാം. ഒന്ന് തിളപ്പിക്കുക, പക്ഷെ ഒരുപാടിട്ട് വേവിക്കരുത്. തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും അങ്ങ് ഓഫാക്കാം, അല്ലെങ്കിൽ അത് വെന്തു. വെള്ളം കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഇതിങ്ങനെയാണ് ഇട്ട് ഊറ്റാനുള്ളത്. ഇതെടുത്ത് കമത്തിക്കൂടാം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിടണം. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കിടക്കും. ഇനി നമുക്ക് ഇത് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ ഒരു സവാള, പിന്നെ ഒരു പിടി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി പീസാക്കി. ഇനിയിപ്പോൾ അടിച്ചെടുത്ത എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. കെട്ടിക്കമൻട്രി ഉണ്ട് ഇവിടെ, കെട്ടിക്കമൻട്രി. പിന്നെ മൈദ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ, ഇതൊരു 1/4 അടപ്പ് സോയ സോസ്, പിന്നെ ചില്ലി സോസ് കുറച്ച്, പിന്നെ കെച്ചപ്പ്, പിന്നെ മുളക്, പിരിയ മുളക്, ഒരു പാതി നാരങ്ങ, നല്ല വെള്ളമുള്ള നാരങ്ങയാണ്. വെള്ളം ഇല്ലെങ്കിൽ ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കുക. അവിടത്തിന് ഉപ്പ്. മസാല നല്ല പിടിക്കുന്ന രീതിക്ക് ഫുള്ള് ഇളക്കണം. അപ്പോൾ ഏതാണ്ട് കുറച്ച് നേരം നമ്മളിത് വെച്ചിരുന്നു. ഇനി നമുക്കിത് പൊരിക്കാം.
അപ്പോൾ ഇതിൻ്റെ ചൂടായി ഈ പത വറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഇടാം. അപ്പോഴാണ് കറക്റ്റ് ചൂടാവുന്നത്. നല്ല മൊരിഞ്ഞ് വരണം. ഇതിന് കളർ കുറച്ച് കുറവാണ്, കാര്യം നമ്മൾ ഇതിനകത്ത് കളർ ഇട്ടിട്ടില്ല. കളർ വേണമെങ്കിൽ നമുക്ക് ഇടാമായിരുന്നു. എനിക്ക് ബീട്രൂട്ടിൻ്റെ കളർ ഉണ്ട്, അതിടാം. അല്ലാതെ എൻ്റെ ആർട്ടിഫിഷ്യലാണെങ്കിൽ അത് വേണം ഇടാം, കുഴപ്പമില്ല. ബിരിയാണിക്ക് ഇടുന്നു കളർ ഇട്ട് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല രസമായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് നല്ല മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പക്കോട എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്കോട ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരാ.